ഇതിലേക്ക് വഴിവെച്ച ഒരു അലംഭാവം ഉണ്ട് എന്ന് ഒരു കുറ്റാരോപണം നേരിടുമ്പോൾ അതിനെ നിഷേധിക്കാൻ കഴിയുമോ? വേണോ, ഈ പാളങ്ങളുടെ വിള്ളൽ സംബന്ധിച്ച് ഒരുപാട് ഘട്ടങ്ങളിലായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ വസ്തുത എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനും ആവശ്യമായിട്ടുള്ള മോണിറ്ററിങ് നടക്കുന്നില്ല. അറ്റകുറ്റപ്പണി നടത്തേണ്ട സമയം പലപ്പോഴും നടത്താറില്ല. അവിടെയാണ് ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് അവിടെ കണ്ടെത്തണം. ഒന്ന്, ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആദ്യം ആലോചിക്കണം. ഇത് മന്ത്രിക്ക് പോലും റോഡില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്, ഇവിടെ സദാനന്ദ ഗൗഡ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മന്ത്രിക്ക് ഒരു റോളുമില്ല ഇന്നത്തെ റെയിൽവേ ബോർഡിൻ്റെ നയം വെച്ചുകൊണ്ട്, അതുകൊണ്ട് റീസ്ട്രക്ചറിങ് കമ്മീഷൻ വെക്കാൻ ഞാൻ ആലോചിക്കുന്നത് പറയുകയുണ്ടായി. ഞാൻ അതിൻ്റെ അർത്ഥം, റെയിൽവേ ബോർഡെന്ന് പറയുന്നത് പഴയ ഒരു മാർഗം പിന്തുടർന്ന ഒന്നായി വരുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് നടത്തിയാലും നടത്തിയില്ലെങ്കിലും കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കാറില്ല. അതുകൊണ്ടാണ് നേരത്തെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഈ പാളങ്ങളുടെ വിള്ളൽ മിക്ക സ്ഥലത്തുമുണ്ട്. എന്തുകൊണ്ടാണ് അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ പോകുന്നത്? ആരാണ് ഉത്തരവാദി? അത് നിർബന്ധമായും കണ്ടെത്തിയേ പറ്റൂ. ഇത് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ലോകത്തിലെ 4ാമത്തെ നെറ്റ്വർക്കാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. 9ാമത്തെ എംപ്ലോയറാണ് ലോകത്തിൽ ഇന്ത്യൻ റെയിൽവേ. ഒരു ദിവസം 2 കോടി യാത്രക്കാർ ഈ റെയിൽവേ വഴി സഞ്ചരിക്കുകയാണ്. ഇത്രമാത്രം ഒരു ബൃഹത്തായ ശൃംഖല, ആ ശൃംഖല കൃത്യമായി പരിപാലിക്കപ്പെടേണ്ട സമയത്ത് പരിപാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവരെയാണ് കണ്ടെത്തേണ്ടത്. ഞാൻ ഒരു കാര്യം തീർത്തും പറയാം. പറഞ്ഞോളൂ, കേൾക്കാം. പോയില്ലെന്തേടി? ഹലോ 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 ആ അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് റെയിൽവേ ബോർഡിലെ അല്ലെങ്കിൽ ഓരോ സദൺ റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും റെയിൽവേ ബോർഡിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ അവരാണ്. റെയിൽവേ ബോർഡിൽ ഏത് തീരുമാനം നോക്കിയാലും അത് നടപ്പിലാക്കുന്നതും നടപ്പിലാക്കാതിരിക്കുന്ന അവരാണ്. അതുകൊണ്ട് ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ആവശ്യം. അല്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കപ്പെടും. അതാണ് എൻ്റെ സംശയം. ശരി, ഞാൻ താങ്കളേക്ക് കാട്ടുന്നത് പോലെയാണോ ഈ പരിശോധനകൾ ഇവിടെ നടക്കുന്നത്? അങ്ങനെയല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ ശ്രീ MK രാഘവൻ അവാസ്തവം പറയുന്നു എന്നല്ല പറയുന്നത്. ഇപ്പോൾ 6 മുതൽ 10 കിലോമീറ്റർ പരിധിയിൽ ഗാങ്ങുകൾ പരിശോധന നടത്തും. എല്ലാ ദിവസത്തെയും കാര്യമായിട്ടാണ് അവരത് പറയുന്നത്. അവർക്കതിനൊരു ചിട്ടവട്ടമുണ്ട്. ട്രാക്ക്മാൻമാർ എല്ലാ ദിവസവും ട്രാക്ക് പരിശോധിക്കും. ഇളകിയ ബോൾട്ടുകൾ മുറുക്കുക, പാളങ്ങൾ പരിശോധിക്കുക, ചെറിയ വിള്ളലുകൾ ക്ലാമ്പ് ഇട്ട് മുറുക്കുക, മറ്റു പ്രശ്നങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിക്കുക. എല്ലാ മാസവും ഈ പാളങ്ങളുടെ ഉറപ്പും അതിൻ്റെ ക്ഷമതയും നോക്കാൻ ഓസിലേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന, ട്രാക്ക് റെക്കോർഡിംഗ് കാർ എന്ന പ്രത്യേക കോച്ച് ഉപയോഗിച്ച് ഇടവേളകളിൽ പരിശോധന, അൾട്രാസോണിക് റെയിൽ ഫ്ലോ ഡിറ്റക്ഷൻ സംവിധാനം ഈ വർഷം വന്നിരിക്കുന്നു, അതുകൊണ്ടുള്ള പരിശോധന. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണോ? ശരിയാണെന്ന് കരുതേണ്ടതാണ്. കാരണം ശ്രീ സജിത് കുമാർ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ, ഞങ്ങൾ റിപ്പോർട്ട് മേലാവിലേക്ക് അയക്കുകയുണ്ടായി എന്ന്. അപ്പോൾ ഇങ്ങനത്തെ പരിശോധന കൃത്യമായി നടക്കുന്നതുകൊണ്ട് ആണല്ലോ അങ്ങനെ റിപ്പോർട്ട് അയക്കാൻ കഴിയുക. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രശ്നം പാളങ്ങൾ മാറ്റുക എന്നതാണ്. അത് രാജ്യത്ത് ഏത് മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടും നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ്. കേരളത്തിന് മാത്രമായി നേരിടേണ്ടി വരുന്ന ഒരു പ്രത്യേക അവഗണനയുമല്ല എന്നതൊരു സത്യമല്ലേ? അല്ല വേണു, ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയണം. നേരത്തെ സുജിത് കുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അവർ പരിശോധിക്കുന്നുണ്ട് ഇൻ പേപ്പർ. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം, സുജിത് കുമാർ അംഗീകരിക്കുമെന്ന് വിചാരിക്കണം. റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഞാനൊരു കണക്കെടുത്തിട്ടുണ്ട്. മൊത്തം ഉദ്യോഗസ്ഥന്മാർ 25 വർഷം കൊണ്ട്
20 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷമായി കുറഞ്ഞു. 25 വർഷം കൊണ്ട് ഇന്ത്യയിൽ എത്ര ട്രാക്ക് കൂടി, എത്ര ട്രെയിൻ കൂടി, എത്ര പാസഞ്ചേഴ്സ് കൂടി, എത്ര ഗുഡ്സ് കൂടി? ഇത്രയും കൂടുമ്പോൾ എങ്ങനെയാണ് ഇത്ര സ്റ്റാഫിൻ്റെ എണ്ണം കുറയുന്നത്? മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, ഒരു ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ പോസിറ്റീവല്ല ചിന്തിച്ച് റെയിൽവേയുടെ എണ്ണം കുറച്ചു. അതിൽ കുറച്ച് പല വിഭാഗങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന പോലെ കാറ്ററിംഗ്, ക്ലീനിങ്, അതൊക്കെ പോട്ടെ. പക്ഷെ ഏറ്റവും നിർണായകമായ നമ്മുടെ ഗാങ്മാൻ എന്ന് പറയുന്നത്, ഇന്ന് ഗാങ്മാൻ്റെ എണ്ണം കാര്യമായി കുറച്ചിരിക്കുന്നു. ഉള്ള ഗാങ്മാനെ തന്നെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുന്നു. ആ പോയിന്റിലേക്ക് എന്താ വരാത്തേ? സ്വകാര്യവൽക്കരിച്ച് അത് മറ്റേ ഓഫ്ലോഡ് ചെയ്തെടുത്ത് കൊടുത്തിരിക്കുന്നു പണി. നിരവധി ഇടങ്ങളിൽ അത് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഗുഡ്സ് ട്രെയിൻ ഗാർഡ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇതൊക്കെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ ഇവിടെ PQRS എന്ന് പറയുന്ന പഴയ സിസ്റ്റം വെച്ച് പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ കുറച്ചത്. പക്ഷെ അങ്ങനെ ആളെ കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പരിശോധന നിരന്തരമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സുജിത്ത് പറഞ്ഞു അവർ കണ്ടെത്തിയെന്ന്. പക്ഷേ റെയിൽവേയുടെ നമുക്കിപ്പോൾ ഇത് മാത്രമല്ല, ഇത് നമ്മുടെ സജിത് കുമാർ അത് പറഞ്ഞു. അത് അവിടെ എന്തുകൊണ്ട് ഈ ആളുകളുടെ എണ്ണം കുറച്ചു? ഇങ്ങനെ ആളുകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ഇത് റെയിൽവേയുടെ സേഫ്റ്റിയെ ബാധിക്കുമോ? ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നു. ടിക്കറ്റ് എടുക്കുന്നിടത്ത് കുറഞ്ഞാൽ ഒരുപക്ഷെ ക്യൂ കൂടുന്നുള്ളൂ. കാറ്ററിംഗ് കുറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ നിലവാരം കുറയുന്നുള്ളൂ. പക്ഷേ സേഫ്റ്റി വരണ സ്ഥലത്ത് തന്നെ ജോബ് ഓഫ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനം ഡീസ്കെയിലിംഗ് ഓഫ്, സജിത്തിന് ചിലപ്പോൾ പറയാൻ പറ്റും, ഡീസ്കെയിലിംഗ് ഓഫ് ട്രാക്സ്. അത് റെഗുലറായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ എത്ര കൊല്ലമായി അത് ഈ കല്ല് ഇളക്കി മാറ്റി അതിനിടയിലുള്ള ഇതൊക്കെ മാറ്റി അത് റിജിഡ് ആവാതിരിക്കാനുള്ളൊരു വർക്കാണ്. സജിത്തിന് പറയാൻ പറ്റും. അതിപ്പം പൂർണ്ണമായും അത് സ്വകാര്യ ആളുകൾക്ക് ഓഫ്ലോഡ് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വകാര്യ മേഖല എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ശരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേ മാറുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഗാർഡുകളെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനം അവരുടെ സംഘടന എതിർത്തത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം അത് മാറ്റിവെച്ചിട്ടുള്ളത്. ആ സമരവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം. അപ്പോൾ ആ അർത്ഥത്തിൽ സ്റ്റാഫിനെ കുറയ്ക്കുകയും സുരക്ഷയെ പോലും വിട്ടുകളയും. പിന്നെ കേരളത്തിൻ്റെ മാത്രം കാര്യം വേണം ചോദിച്ചു. ഞാൻ കേരളത്തിൻ്റെ മാത്രം കാര്യം പറയുമ്പോൾ നേരത്തെ ജയദേവൻ സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിൽ ട്രാക്കുകൾ ഓവർലോഡഡ് ആണ് എന്ന് വളരെ കാലമായി നമ്മുടെ നാട്ടിൽ പരാതിയുണ്ട് റെയിൽവേക്ക്. ഇനി ഒരു ട്രെയിൻ കൂടുതൽ ചോദിച്ചാൽ MP-മാർ ചോദിച്ചാൽ കൊടുക്കാൻ അവിടെ ഇല്ല. ഇപ്പം തന്നെ ഓവർലോഡഡാണ്. നമ്മുടെ ട്രാക്ക് പുനഃക്രമീകരിക്കേണ്ടത്, മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ശ്രമവും നടന്നിട്ടില്ല. കൂടുതൽ കപ്പാസിറ്റിയുള്ള ട്രാക്കുകൾ ഉണ്ട്, അതിന് ടെക്നോളജി ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, പൊട്ട് കണ്ടാൽ അത് മാറ്റണമെങ്കിൽ, ഇപ്പം പൊട്ട് കണ്ടു എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണല്ലോ വേണു. ഈ ഒരു ഭാഗ്യം കൊണ്ട് മനുഷ്യജീവൻ രക്ഷപ്പെട്ട ഒരു അപകടമുണ്ടായി, ഭാഗ്യം സത്യത്തിൽ. അവിടെ പൊട്ട് കണ്ടാൽ മാറ്റണമെങ്കിൽ റെയിൽ മാറ്റണം, അതുകൊണ്ട് മാറ്റില്ല. ഇപ്പം 30 മിനിറ്റ് ടൈം കൂട്ടുന്നു. എത്ര ആളുകളുടെ പ്രശ്നങ്ങളാണ് വരിക. അതുകൊണ്ട് 30 മിനിറ്റ് കൂട്ടിയാൽ പിന്നെ എല്ലാം 30 മിനിറ്റ് എന്ന് റെയിൽവേ പറഞ്ഞാൽ ചിലപ്പോൾ 3 മണിക്കൂർ വരെ ആവും അത്. കാരണം ഒന്ന് മാറി അതൊരു ചെയിൻ റിയാക്ഷനാണ്. അതുകൊണ്ട് ഇവിടെ വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യ ജീവനെ സംബന്ധിച്ച് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, അപകടങ്ങളിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ ബോർഡാണോ കുറ്റം, മന്ത്രിയാണോ കുറ്റം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല. ഇതിൻ്റെ പ്ലാനിങ്ങിൽ, പോളിസി പ്ലാനിങ്ങിൽ എവിടെയോ വലിയ തകരാറുണ്ട്. ആ തകരാർ പരിഹരിക്കണം. കാരണം ഇതിനേക്കാൾ വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ ചാനൽ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായി യോഗ്യതയുള്ളവരാണോ ഇത് ചെയ്യുന്നത്? സബ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് അറിയില്ല നമുക്ക്. അതിൽ അഴിമതി നടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ അഴിമതി ഇല്ലാതെ ഒരു കാര്യവും ഈ ഭൂലോകത്തില്ല. അതിൽ അഴിമതി നടക്കുന്നുണ്ടോ? മനുഷ്യ ജീവൻ വെച്ച് പന്താടുന്ന ഇത്തരം കളികൾ എങ്ങനെ മാറ്റിയേ പറ്റൂ? ഇതൊരവസരമായി എടുക്കുക. നമുക്കിതിനു വേണ്ടി ശക്തമായി പോരാടണം. കാരണം ഇത് മാറ്റിയേ പറ്റൂ. ആളുകളുടെ ജീവൻ വെച്ചിട്ട് ഓടുന്നത്. സ്പീഡ് കുറച്ച് ഓടുന്നത് റെയിൽവേക്ക് ഭൂഷണമല്ല, അതാണ് പ്രശ്നം. ശരി, ഞാൻ താങ്കളേക്ക് ശ്രീ ജോർജ് കുര്യനിലേക്ക് വരാം. പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ശ്രീ ജോർജ് കുര്യൻ ആയതുകൊണ്ട് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ TP അയ്യപ്പൻ കർത്തയിലേക്ക്. ശ്രീ കർത്ത, മതിയായ ജീവനക്കാരില്ല എന്നതുകൊണ്ട് സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുന്നുണ്ടോ? അതാണോ ഈ കറുകുറ്റി പോലെയുള്ള സംഭവങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാരണമായിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം
പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പരിശോധന രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രോഗത്തിന് ചികിത്സ സമയത്തിന് കൊടുക്കുന്നില്ല. അതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഷൊർണൂർ മുതൽ എറണാകുളം വരെ ഏതാണ്ട് 107 കിലോമീറ്റർ നീളത്തിൽ ഉള്ള റെയിൽവേ ട്രാക്ക്, 2 ട്രാക്കാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് അത് സെയിം ഒരേ ലൈനിലായിരുന്നു. ഇപ്പോൾ 2 ലൈനിൽ വണ്ടികൾ ഓടുന്നുണ്ട്. ഒരു പ്രത്യേകതയുള്ള ട്രാക്കാണ് ഈ എറണാകുളം ഷൊർണൂർ സെക്ഷൻ. കാരണം ഇവിടെ നമുക്ക് ഇനി സ്പീഡ് കൂട്ടാൻ പറ്റില്ല. നമുക്ക് പാസഞ്ചേഴ്സിനും പൊതുജനങ്ങൾക്കും ആകെ വേണ്ടത് എന്താണ്? സേഫ്റ്റി, വേഗത്തിലുള്ള യാത്ര, സുരക്ഷിതത്വം. ഈ റെയിൽവേക്ക് വേണ്ടത് കൂടുതൽ വരുമാനം. ഇത് ഫോക്കസ്